RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934ഓളം വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025ഓടുകൂടി നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് PSC RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. ഇനി അടുത്ത സെറ്റ് ഓഫ് ഡിജിറ്റ്സിലേക്ക് നമ്മൾ വരികയാണ്. ആരൊക്കെയാണ്? 2, 3, 7 and 8. ഈ ഡിജിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 4 ആണ്. ദീസ് 4 ഡിഫറെന്റ് നമ്പേഴ്സ് ഹാവ് എ സൈക്ലിസിറ്റി ഓഫ് 4. 4 സൈക്ലിസിറ്റി ഉണ്ട്. അതായത് നമുക്ക് ഓരോരുത്തരെ ആയിട്ട് നോക്കാം. 2 raised to 1 ഞാൻ എടുത്തു, which is equal to 2. 2 square, which is equal to 4. 2 cube, which is equal to 8. 2 raised to 4 എത്ര വരും? 16 അല്ലെ? 2 raised to 5 എത്ര വരും? 32. 2 raised to 6 എത്ര വരും? 64. 2 raised to 7 എത്ര വരും? 2 raised to 7 എന്ന് പറയാൻ നേരത്ത് 64ന്റെ ട്വൈസ് എടുത്താൽ മതി, 128. അപ്പം ഈ നമ്പേഴ്സിനെ എടുത്തു കഴിഞ്ഞു. ഇവരുടെ പവർ ഞാൻ കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് എന്ത് മനസ്സിലായതാ? ആദ്യം ഒരു 2, പിന്നെ 4, പിന്നെ 8, പിന്നെ 6. ഇത്രയും കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാം. 2, 4, 8. ഇനി അടുത്ത ഞാൻ 2 raised to 8 എടുക്കുകയാണെങ്കിൽ 128 into 2 ആണ് വരിക. 2 raised to 8 എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം 2 raised to 8 is equal to 256 ആണ്. വീണ്ടും ഇവിടെ ഒരു 6 വരും. അതായത് 4 നമ്പേഴ്സ് കഴിയുമ്പം ഇവർ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 4 നമ്പേഴ്സ് കഴിയുമ്പം ഇവരുടെ ഈ 2ന്റെ ഈ ഒരു 2, 4, 8, 6 എന്ന് പറയുന്ന ഈ നമ്പേഴ്സ് ഇല്ലേ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ സൈക്കിൾ ഓഫ് 2. 2ന്റെ പവർ സൈക്കിൾ ഓഫ് 2 എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. 2, 4, 8, 6 എന്ന് പറയുന്ന ഈ ഒരു നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് 2ന്റെ പവർ സൈക്കിൾ എന്നാ പറയാം. അപ്പൊ 2ന്റെ പവർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റിന്റെ ആ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ പവർ സൈക്കിൾ ഓഫ് 2 എന്ന് പറയുന്നത്. അപ്പൊ 2, 4, 8, 6 ആണ് വരുന്നത്. അപ്പോ സിമിലർ ആയിട്ട് നമുക്ക് പവർ സൈക്കിൾ ഓഫ് 3 എഴുതി നോക്കാം. പവർ സൈക്കിൾ ഓഫ് 3 എഴുതി നോക്കാം. സിമിലർ ആയിട്ട് എന്ത് വരും? 3 raised to 1 is equal to 3. 3 raised to 2 is equal to 9. 3 raised to 3 എത്ര വരും? 3 raised to 3 എന്ന് പറയുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ മതി. 3 raised to 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9 into 3. 9 3s are 27 അല്ലെ? 7. 3 raised to 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 raised to 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് അത്? 3 square into 3 square ആണ്. It is 9 into 9 ചെയ്താൽ മതി. That is 81 ആണ് അല്ലെ? ഇനി 3 raised to 5 ചെയ്യുമ്പോൾ നമുക്കറിയാം 3 raised to 5 എന്ന് പറഞ്ഞാൽ 81 into 3 ആണ്. അപ്പൊ 1 into 3 അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 3 ആണ് വരിക അല്ലെ? 3 raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 into 3 ആണ്. സോ ലാസ്റ്റ് ഡിജിറ്റ് ഇസ് ഈക്വൽ ടു 243 ആണ് വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് വരുന്നത്. 3 raised to 6 വരികയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 3 raised to 6 വരികയാണെങ്കിൽ
729 എന്ന് വരും. സോ ഈ ഒരു ലാസ്റ്റ് ഡിജിറ്റ് എന്ത് ചെയ്യും? 3 വരികയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. 3 വരികയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 7 ആയിരിക്കും. 3 വരികയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. സോ ഇങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ്സ് ഇങ്ങനെയാണ് വരിക. സോ ഇവിടെയും നിങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാൻ പറ്റും. പവർ സൈക്കിൾ ഓഫ് 3 എടുത്താൽ 3, 9, 7, 1. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യാണ്. 3, 9, 7, 1 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ പവർ സൈക്കിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ എനിക്ക് എഴുതാം ഇറ്റ് ഇസ് 3, 9, 7, 1. ഓക്കെ, അപ്പൊ 3യുടെ പവറുകൾ റേസ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ്സ് ഏതൊക്കെ വരുള്ളൂ? ഒന്നില്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 9 വരാം, അല്ലെങ്കിൽ 7 വരാം, അല്ലെങ്കിൽ 1 വരാം. ഇതല്ലാതെ വേറെ ഒരു സംഖ്യയും 3യുടെ റേസ് ടു പവർ എടുക്കുമ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ്സിൽ വരില്ല. അത് തന്നെയാണ് നമ്മൾ 2ലും പഠിച്ചാൽ. ഈ പവർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? 2ന്റെ പവറുകൾ എടുക്കുമ്പോൾ അതിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഈ 4 സംഖ്യകളെ വരാൻ പാടുള്ളൂ. ഇതില്ലെങ്കിൽ 2 വരാം, അല്ലെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ 8 വരാം, 6 വരാം. ഇപ്പൊ 2, 4, 6, 8 എന്ന് പറയുന്ന സംഖ്യകളെ എന്ത് വരുള്ളൂ? 2ന്റെ പവേഴ്സ് എടുക്കുമ്പോൾ വരത്തുള്ളൂ. ഇനി ഇതേപോലെ വരുന്ന ആളാണ് 7ഉം 8ഉം. അപ്പൊ 7ന്റെ പവർ സൈക്കിൾ നമ്മൾ എഴുതാൻ നേരത്ത് 7 raised to 1 is equal to 7. 7 square is 49. 7 cube എത്രയാ വരുന്നത്? പറഞ്ഞ് 7 cube എത്രയാ വരുന്നത്? 49 into 7 എത്രയാ വരുന്നത്? കമന്റ് ചെയ്തേ. 49 into 7 എത്രയാ വരുന്നത്? എത്രയാ വരുന്നത്? യെസ്, 343 ആണ് വരുന്നത്. ഇറ്റ് ഇസ് 343. 7 raised to 4 എത്രയാ വരുന്നത്? 343 into 7 ചെയ്യാൻ നേരത്തെ എത്രയാ വരുന്നത്? എങ്ങനെയാ കണ്ടുപിടിക്കുക 7 raised to 4ന്റെ ലാസ്റ്റ് ഡിജിറ്റ്? യെസ്, 1 ആണ് അല്ലെ? എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? സി, നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. 7 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 7 raised to 4 നമുക്ക് എങ്ങനെ എഴുതാം? 7 square into 7 square ആണ് അല്ലെ? അല്ലെ, ഈ റൂള് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് 7 raised to 4നെ 7 square into 7 square എന്ന് എഴുതുന്നത് നിങ്ങൾക്ക് അറിയാലോ. a raised to x into a raised to y ആണെങ്കിൽ നമ്മൾ അതിനെ a raised to x plus y എന്ന് എഴുതും. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 7 square into 7 square എന്ന് പറഞ്ഞാൽ 7 raised to 4 ആണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 7 raised to 3 into 7 raised to 1 is equal to 7 raised to 4 അല്ലെ? അല്ലെങ്കിൽ ഇപ്പം 7 raised to 5നെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 7 raised to 2 into 7 raised to 3 ഇങ്ങനെ എഴുതാം അല്ലെ? അപ്പൊ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ 7 square into 7 square എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? 49 into 49 ആണ് വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 49ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കാം അല്ലെ? 9 into 9 ചെയ്യാം. 9 9s are 81 ആണ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 1 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. സോ ഇവിടെ എത്രയോ വന്നിട്ട് ഇവിടെ ഒരു 1 എന്ന് പറഞ്ഞ ആളാണ് ലാസ്റ്റ് ഡിജിറ്റ് വരിക. ആരൊക്കെയാണ് വരുന്നത്? 7 raised to 4 is 2401. 2401 ആ വരുന്നത്. അപ്പൊ 7ന്റെ പവർ സൈക്കിള് ഇങ്ങനെ റിപ്പീറ്റ് ആവും. ഇനി 7 raised to 5 എടുക്കുമ്പോൾ വീണ്ടും 7 ആണ് വരിക. അപ്പൊ 7ന്റെ പവർ സൈക്കിൾ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ വരാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ 7, അല്ലെങ്കിൽ 9, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 1. ഈ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. 7, 9, 3, 1. ഇതാണ് എന്ത് പറയാ? 7ന്റെ പവേഴ്സ് എടുക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റിന്റെ പ്ലേസിൽ ഈ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പൊ 7, 9, 3, 1. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ 4 ഓപ്ഷൻസ് തരുമ്പോ, ഇപ്പൊ 7ന്റെ പവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇപ്പൊ 4 ഓപ്ഷൻസ് തരുമ്പോ നമുക്ക് ഓൾറെഡി 4 ഓപ്ഷൻസ് അറിയണം. 7, 9, 3, 1 വരുന്നു. അപ്പൊ അതിലിപ്പോ 7, 9, 3, 1 ഒന്നും അല്ല, വേറെ കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് പോലും ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ 7ന്റെ പവർ സൈക്കിൾ പഠിച്ചു. അപ്പം സൈക്ലിസിറ്റി 4 ആയിട്ടുള്ള നമ്പേഴ്സിൽ മൂന്നാമത്തെ നമ്പറാണ് 7. ആദ്യത്തെ നമ്പർ ആരായിരുന്നു? സൈക്ലിസിറ്റി 4 ആയിട്ടുള്ള 4 നമ്പേഴ്സ് ഉണ്ട്. ആദ്യത്തെ നമ്പർ ആരായിരുന്നു? യെസ്, ആദ്യത്തെ നമ്പർ 2 ആണ്. അത് കഴിഞ്ഞ ആരായിരുന്നു? 2, 3, 7 അല്ലെ? 2, 3, 7. ഇനി അടുത്ത് വരുന്ന നമ്പറാണ് 8 എന്ന് പറയുന്നത്. അപ്പൊ 8 വരാൻ നേരത്ത് 8 raised to 1, it is 8. 8 raised to 2, 8 8s are 64. 8 raised to 3, എത്ര വരും? 8 raised to 3, 64 into 8. 64 into 8 എത്രയാ വരുന്നത്? 512. 8 raised to 4 എത്ര വരും? 64 into 64. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം പറഞ്ഞാൽ മതി.
64 into 64 ലാസ്റ്റ് ഇത് പറയാം എത്ര വരും 6 വരും അല്ലെ 64 into 64 എന്ന് പറഞ്ഞാൽ 4096 എന്നാ വരിക സോ ഇങ്ങനെ ഇത് റിപ്പീറ്റ് ആവും ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 8 4 2 6 അല്ലെ 2ന്റെ പോലെ തന്നെ അല്ലെ 2468 എന്നുള്ള രീതിയിൽ 2ന്റെ പോലെ തന്നെയാണ് വരുന്നത് അപ്പം പവർ ഓഫ് 8 വരുമ്പോഴും എന്താണ് സൈക്ലിസിറ്റി ഇസ് ഈക്വൽ ടു 8 4 2 6 എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ സൈക്കിൾ ഓഫ് 8 കണ്ടുപിടിച്ചു ഇനി നമ്മളപ്പോ എല്ലാം ആദ്യം എന്താ 0 തൊട്ട് 9 വരെ നമ്പേഴ്സിന്റെ സൈക്ലിസിറ്റി പഠിച്ചു ഇനി നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാം അപ്പൊ നോക്കിക്കേ ദ സൈക്ലിസിറ്റി ഓഫ് 3 ഹാസ് 4 ഡിഫറെന്റ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് 3 9 7 1 ആണ് സൈക്ലിസിറ്റി ഓഫ് 7 9 3 1 ആണ് വരുന്നത് ആൻഡ് എന്താണ് സി കണ്ടോ 7ന്റെയും 3യുടെയും നമ്പേഴ്സ് സെയിം ആ വരുന്നത് 3ക്ക് 3 9 7 1 ആണ് 7ന് 7 9 3 1 ആണ് ഓർഡർ ആണ് ഡിഫറെന്റ് 8ന്റെ എന്തായിരുന്നു വന്നത് 8 4 2 6 ആയിരുന്നു 2യുടെ എങ്ങനെയായിരുന്നു വന്നത് സൈക്ലിസിറ്റി ഓഫ് 2യുടെ സൈക്ലിസിറ്റിയും കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ എഴുതി വെക്കാം 2ന്റെ എങ്ങനെയായിരുന്നു വന്നത് the cyclicity of 2ന്റെ സൈക്ലിസിറ്റി എന്താ നമ്മൾ വന്നത് 2ന്റെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 2 4 8 6 എന്നായിരുന്നു അല്ലെ 2 4 8 6 എന്നായിരുന്നു വന്നത് ഓക്കെ അപ്പൊ നമ്മളത് പഠിച്ചു ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം അപ്പൊ ദാ ഒന്ന് ടേബിളിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ട് 1 ആണെങ്കിൽ അതിന്റെ സൈക്ലിസിറ്റി 1 ആണ് നമ്മൾ ഇത്ര നേരം പഠിച്ചതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ് സൈക്ലിസിറ്റി 1 ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് 0 1 5 6 അല്ലെ 5 6 0 0ക്ക് വരെ 10 കൊടുത്താണ് ഞാൻ 0 തന്നെയാണ് അല്ലെ 0 1 5 0 1 5 6 എന്ന് പറഞ്ഞ സൈക്ലിസിറ്റി 1 ആയിട്ടുള്ളവരാണ് ദെൻ നമ്മളുടെ 4ഉം 9ഉം വന്നു 4ഉം 9ഉം സൈക്ലിസിറ്റി എന്താണ് 2 ആയിട്ടുള്ള ആൾക്കാരാണ് 4ഉം 9ഉം എന്ന് പറയുന്നത് സൈക്ലിസിറ്റി 2 ആയിട്ടുള്ള ആൾക്കാരാണ് 4ഉം 9ഉം എന്ന് പറയുന്നത് സൈക്ലിസിറ്റി ഇസ് ഈക്വൽ ടു 2 ആണ് 4 റേസ് ടു ഓഡ് പവർ ആണെങ്കിൽ 4 വരും 9 റേസ് ടു ഓഡ് പവർ ആണെങ്കിൽ 9 വരും 4 റേസ് ടു ഈവൻ പവർ ആണെങ്കിൽ 6 വരും 4 റേസ് ടു 9 റേസ് ടു ഈവൻ പവർ ആണെങ്കിൽ 1 വരും ദെൻ സൈക്ലിസിറ്റി 4 ആയിട്ടുള്ളതാണ് ബാക്കിയുള്ള നമ്പേഴ്സ് ആരൊക്കെയാണ് 2 3 7 8 എന്ന് പറയുന്നത് 2ഉം 3ഉം 7ഉം 8ഉം സൈക്ലിസിറ്റി 4 ആണ് അവരുടെ പവർ സൈക്കിളും നമ്മൾ പഠിച്ചു നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാം ഫൈൻഡ് ദി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 257 all raised to 345 257 all raised to 345 എത്രയാണ് വരുന്നത് 257 all raised to 345 7 എന്നാണ് ആഗ്നേഷ് പറയുന്നത് നമുക്ക് നോക്കാം സി ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യാം നമുക്കറിയാം 257 all raised to 345 നമ്മൾ എന്താ എടുക്കേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക 7 raised to 345 ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം 7 എന്ന് പറയുന്നത് സൈക്ലിസിറ്റി 4 ആയിട്ടുള്ള നമ്പർ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം 345നെ നമ്മൾ എന്ത് ചെയ്യണം 4 വെച്ച് ഡിവൈഡ് ചെയ്യണം അതിനാണ് നമ്മൾ സൈക്ലിസിറ്റി പഠിച്ചത് അല്ലെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം ഇനി 345നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ യൂസ് ചെയ്യാം എന്താ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾസ് പഠിക്കും പക്ഷെ ഇവിടെ നമുക്കിപ്പം സൈക്ലിസിറ്റി കണ്ടുപിടിക്കുമ്പോൾ 4 വെച്ച് മാത്രം ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇവിടെ 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിപ്പിച്ചു തരാം അതായത് ഡിവിസിബിലിറ്റി അതായത് ഒരു ഡിജിറ്റ് 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ കൺസിഡർ ചെയ്യാം 345ന്റെ അവസാനത്തെ 2 ഡിജിറ്റ് 4 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും 4 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും അപ്പൊ 45നെ നമ്മൾ എന്ത് ചെയ്യുക 4 വെച്ച് ഡിവൈഡ് ചെയ്യുക 45 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിമൈൻഡർ എത്ര വരും 4 into 11s are 44 അല്ലെ റിമൈൻഡർ 1 വരും അല്ലെ റിമൈൻഡർ എത്രയാ വരുന്നത് റിമൈൻഡർ ഇസ് ഈക്വൽ ടു 1 ആണ് വരുന്നത് അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഒരു പവർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം 7 raised to 1 ആയിട്ട് എഴുതാം ദാറ്റ് ഇസ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞ ആൻസർ വരും നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്രയാണോ റിമൈൻഡർ കിട്ടിയത് അത് നമ്മൾ 7ന്റെ പവർ ആയിട്ട് എഴുതി കൊടുക്കുക അപ്പൊ 7 raised to 1 7 അതാണ് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ ഇപ്പൊ ഇവിടെ ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ 257 all raised to 344 എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആൻസർ വരിക പറയാം ആൻസർ വരിക എത്ര ആൻസർ വരിക യൂണിറ്റ് ഡിജിറ്റ് ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ
7⁴ എടുത്താൽ മതി. മതി. അതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ 344 എന്ന് പറയുമ്പോ ഇത് ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ നേരത്തെ റിമൈൻഡർ 0 ആണ്. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ റേസ് ടു 0 ഒക്കെ കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പൊ റിമൈൻഡർ ഇല്ല. റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0 റിമൈൻഡർ വന്നാൽ നമ്മൾ 7ന്റെ പവർ ആയിട്ട് എന്ത് എടുക്കണം? 7⁴ എന്ന് എടുക്കണം. ദാറ്റ് ഇസ് 7⁴ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് വരിക? 7⁴ എന്ന് പറഞ്ഞാൽ 49 into 49 ആണ്. അപ്പൊ 9 9s are 81. 1 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് അല്ലെ? ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കത്തുന്നില്ലേ? ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ലോണം കത്തിക്കോളും. എന്നാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ മനസ്സിലായില്ലേ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? യെസ്, ക്ലിയർ ആണ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ, ഇവിടെ ഞാൻ റിട്ടേൺ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പെർസെന്റേജിന് ഉദ്ദേശിക്കുന്ന അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ പറയുന്നത് റിമൈൻഡർ കണ്ടുപിടിക്കുക എന്നാണ് കേട്ടോ. റിമൈൻഡർ കണ്ടുപിടിക്കുന്നതിനാണ് ആ ഒരു ഇത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. 345നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ 1 ആണ് വരുന്നത്. സോ 7⁴ ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 423 all raised to 43. എത്ര വരും? 423 all raised to 43. 423 all raised to 43 റിമൈൻഡർ പറയൂ. യെസ്, നമുക്ക് നോക്കാം. 423 all raised to 43 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് വരുന്നത്. സോ 3 raised to 43 വന്നു. 43നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 10s are അല്ലെ 43 എന്ന് പറയാൻ നേരത്തെ 10s are 40 വന്നു. റിമൈൻഡർ അല്ലെ 43 ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ നേരത്ത് റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? റിമൈൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. Therefore 3 raised to 3 എന്ന് എഴുതാം അല്ലെ. ഇതിന് ഇഫക്റ്റീവ്ലി എനിക്ക് എങ്ങനെ എഴുതാം? 3 to the power of 3 എന്ന് എഴുതാം. റിമൈൻഡർ എത്രയാണ് കിട്ടിയത് അതിനെയാണ് പവർ ചെയ്യേണ്ടത് അല്ലെ. 3 to the power of 3 ചെയ്തു അല്ലെ. അപ്പൊ 9 into 3 എത്ര വരും? 7 ആണ് ആൻസർ. 7 അല്ലേ കിട്ടിയതും? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 28 all raised to 146. 28 all raised to 146 എത്രയാണ് വരുന്നത്? എത്രയാണ് വരുന്ന ആൻസർ? 28 all raised to 146 വരാൻ നേരത്ത് 146 4 ആണ് വരുന്നത് എന്നാണ് ആൻസർ പറയുന്നത്. നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത്. കാരണം 28 എന്ന് പറയുന്നത് 8 അല്ലേ. 8 all raised to 146. 146 46 divisible by 4 ആണോ? 46 divisible by 4 ആണോ? 46 divided by 4 വരാൻ നേരത്ത് 4 1s are 4 വന്നു. 6 എന്ന് പറയുമ്പോഴും 4 1 അല്ലേ വരുന്നത്. 44ന്ന് ഒരു 2 കൂടുതൽ അല്ലെ. അപ്പൊ റിമൈൻഡർ എത്രയാ വരുന്നത്? റിമൈൻഡർ ഇസ് ഈക്വൽ ടു 2 ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്ത് വരണം? 8 സ്ക്വയർ അല്ലെ. 8 8s are 64 ആണ്. 4 ആണ് ആൻസർ വരുന്നത്. 4 അല്ലേ നിങ്ങൾക്ക് വന്നത്? യെസ്, 4 ആണ് ആൻസർ വന്നത്. 4 ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. 146ന്റെ റിമൈൻഡർ നോക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 കിട്ടും. Therefore 8 സ്ക്വയർ. Therefore 4 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഇത് പഠിക്കാൻ പോയത് അല്ലെ. അപ്പൊ ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്കിപ്പോ ആൻസർ ചെയ്യാലോ. The digit in the unit place of the number 1570 square plus 1571 plus 1572 plus 1573. ഇനി ഒന്ന് പറഞ്ഞേ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യും? 4 ആണ് വരുന്നത്. നോക്കട്ടെ. യൂണിറ്റ് പ്ലേസ് അല്ലെ. 0 എടുക്കുമ്പോ 0 തന്നെയാണ് വരുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് ഞാൻ പറയാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് നോക്കി നടുവിൽ എന്താ കിടക്കുന്നത്? പ്ലസ് ആണ് അല്ലെ. എല്ലായിടത്തും പ്ലസ് ആ ചെയ്യുന്നത്. അപ്പൊ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ 0 0 പ്ലസ് 1 1 2 ആണ് വരുന്നത്. 2ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 4. 3ന്റെ സ്ക്വയർ ആണ് 9 അല്ലെ. അപ്പൊ നമുക്കറിയാം 9 plus 1 10 plus 4 14 ആണ് ആൻസർ വരുന്നത്. അതിലെന്താണ് നമുക്ക് ലാസ്റ്റ് ആണ് വരുന്നത്? 4 ആണ് വരുന്നത്. 14 അല്ല 4 ആണ് അല്ലെ. യൂണിറ്റ് ഡിജിറ്റ് ആണ്. 4 കണ്ടുപിടിക്കുന്ന 4 ആൻസർ കിട്ടി. ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറയാണ്. 1570 the whole square into 1571 the whole square into 1572 the whole square into 1573 the whole square
ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് പറയൂ. ഇങ്ങനെയായിരുന്നെങ്കിൽ സീറോ ആണോന്ന് സീറോ ആണോന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ചെയ്യണ സീറോ ആണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ദ മൊമെന്റ് സീറോ വെച്ച് ആരെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ യൂണിറ്റ് ഡിജിറ്റ് ബാക്കി ആരാണ് എന്താണെന്നൊന്നും നോക്കണ്ട. സീറോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, സോ സീറോ ആണ് എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റിൽ വരിക. സീറോ ആണ് എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയാം. നമുക്കറിയാം സീറോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഒബ്വിയസ്ലി അതാണ് അവസാനം വരിക. സോ സീറോ ഇസ് ഇൻ ദ യൂണിറ്റ് ഡിജിറ്റ്. അപ്പൊ ഇടയിലുള്ള ഇത് നോക്കുക, ഓപ്പറേഷൻ നോക്കുക. പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, ലൈക്ക് എന്താ പറയാ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതൊന്ന് നോക്കണം. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് 4, 9, 2. ഇത് നിങ്ങൾ ചെയ്തോ, ഞാൻ വെറുതെ വായിക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 0. യെസ്, 0 കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം ഇതെങ്ങനെയാ ചെയ്യേണ്ടത്. ഒന്നുമില്ല, എല്ലാത്തിന്റെ ലാസ്റ്റ് ഡിജിറ്റിനെ എടുത്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലാസ്റ്റ് ഡിജിറ്റിനെ നോക്കാൻ നേരത്ത് ഇവിടെ എന്താണ്? ഇവിടെ 7 ആണ്. 7 into 5 ചെയ്തു. 7 into 5 is 35 അല്ലെ? ഇനി ഈ 7 into 5 35 വന്നു. Then 5 into 8 ചെയ്തു. 5 8 40 വന്നു. അപ്പൊ 0 വന്നു അല്ലെ? 0 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഒന്നും ആരെയും നോക്കേണ്ട ആവശ്യമില്ല. 0 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 7 into 5 ഇതിപ്പോ എങ്ങനെ നമ്മൾ ചെയ്യാൻ? 7 into 5 into 8 into 3 into 9 ഇങ്ങനെയാ ചെയ്യേണ്ടത്. നമുക്കറിയാം 5 8s are 40 എന്ന് വന്നു, അവിടെ ഒരു 0 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ആരെയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ദ യൂണിറ്റ് ഡിജിറ്റ് ഇസ് 0. ഓക്കെ, ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഓഫ് 7 raised to ഈ ക്വസ്റ്റ്യൻ ചെയ്യും. 7 raised to 71 into 6 raised to 63 into 3 raised to 65. ഈ ക്വസ്റ്റ്യൻ ആൻസർ അല്ല. അപ്പൊ 4 ആണോ ആൻസർ കിട്ടിയത്? 7 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ അനുസരിച്ച് നമുക്കറിയാം 4 ആണ് വരുന്നത്. ദെൻ 6ന് 6 ആ വരുന്നത്. 3ക്കും എന്താണ്? 2 3 7 8 എന്നാണ് 4 വരുന്നത്. അപ്പൊ 7നെയും 3നെയും പവർ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡറിനെ എടുത്ത് റേസ് ചെയ്യുക, ആൻസർ പറയാം. 71 അല്ലെ? 71നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നത്? 71നെ 4 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 71 ഡിവൈഡഡ് ബൈ 4 ചെയ്യാന്നിട്ട് എത്ര റിമൈൻഡർ വരിക? നമുക്ക് എത്ര റിമൈൻഡർ വരിക പറയൂ? 71 7 raised to 71 ആണ്. അപ്പൊ 71നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. 4 1s are 4 വന്നു, 31 എന്ന് വന്നു, 4 7s are 28 എന്ന് വന്നു, 3 റിമൈൻഡർ വന്നു അല്ലെ? 3 റിമൈൻഡർ വന്നില്ലേ? അപ്പൊ 7 raised to 3 into 6ന് എത്ര വന്നാലും 6 തന്നെയാണ്. 65നെ നമ്മൾ എന്ത് ചെയ്യാണ്? 4 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 4 1s are 4, then 25 എന്ന് വന്നു, 4 6 are 24 ആണ്. അപ്പൊ എന്ത് റിമൈൻഡർ വന്നു? 1 റിമൈൻഡർ വന്നു. 3 raised to 1 വന്നു. 6 3s are 18 ആണ്. 6 3s are 18 എന്നുള്ള രീതിയിൽ വന്നു. ആൻഡ് 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ 49 into 7 എന്ന് വരും അല്ലെ? 7 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 49 into 7 ആണ്. 9 7s are 28 ആണ്. അപ്പൊ ലാസ്റ്റ് 8 തന്നെയാ വരുന്നത് അല്ലെ? അപ്പൊ 8 8s are 64 ആണ് വരുന്നത്. സോ 4 ആണ് യൂണിറ്റ് ഡിജിറ്റ്. ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? സി, ഇവിടെ നമുക്ക് 24 വന്നു, റിമൈൻഡർ ഇവിടെ 1 വന്നു. ആ റിമൈൻഡറിനെ എടുത്താണ് ഞാൻ 3യുടെ മുകളിൽ ഇട്ടത് അല്ലെ? ഈ 7ന് കിട്ടിയ 7ന്റെ പവറിനെ ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയ റിമൈൻഡറിനെ എടുത്ത് 7ന്റെ മുകളിൽ ഇട്ടു. ഇനി 7 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ 7 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം 7 7s are 49 into 7 ആണ്. 9 7s are എത്രയാണ് വരുന്നത്? 9 7s are എത്രയാണ് വരുന്നത്? 9 into 7 is equal to എത്രയാണ് വരിക? 9 7s are 63 ആണ്. ഞാൻ തിരിച്ചു പറഞ്ഞു. 9 7s are 63 ആണ് വരുന്നത് അല്ലെ? അപ്പൊ 3 ലാസ്റ്റ് ഡിജിറ്റ് വരും. ഇവിടെ 3 ആണ് വരിക. 3 into ഞാൻ നേരത്തെ തെറ്റിച്ചു പറഞ്ഞു. 6 3s are 18 എന്ന് വന്നു. അപ്പൊ 8 3s are തെറ്റിച്ചു പറഞ്ഞത് ആൻസർ ശരിയല്ലേ? 8 3s are 24 വന്നു. 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സി 7 ക്യൂബ് ചെയ്യാൻ നേരത്തെ 49 into 7 ആണ്. 9 7s are 63. അപ്പൊ 3 വന്നു. അങ്ങനെ 3 3s are 9. 9 into 6 വന്നു. It's 54. അപ്പം 4 ആണ് നമുക്ക് എന്ത് വരാ? യൂണിറ്റ് ഡിജിറ്റ് വരാ. കൺഫ്യൂഷൻ ഉണ്ടോ? യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ്, ഇതിലത്തെ യൂണിറ്റ് ഡിജിറ്റ്, ഈ ക്വസ്റ്റിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത്. യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഓഫ് എത്രയാണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്?
7ഉം 1ഉം ആണ് വരുന്നത്. 1ന്റെ നോക്കേണ്ട നമുക്ക് ആവശ്യമേ ഇല്ല, 7ന്റെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നോക്കുക 245 ആണ്. അതിൽ 45 ഡിവിസിബിൾ ബൈ 4 ആണോ നോക്കുക. 44 വരെ ഡിവിസിബിൾ ആണ്. അപ്പം പവർ 1 വരും. 7 ആണ് ആൻസർ വരിക അല്ലെ. കണ്ടോ, ഞാൻ പെന്നൂലും എടുത്തില്ല, എനിക്ക് ജസ്റ്റ് നോക്കുമ്പോഴേ ആൻസർ കിട്ടി. യെസ്. അപ്പൊ ഈ ക്വസ്റ്റൻ എങ്ങനെയാ ചെയ്യാ നമ്മള് നോക്കാം. നമ്മള് നോക്കി യൂണിറ്റ് ഡിജിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 1 ആണ്, അപ്പൊ ഇതിന് 1 തന്നെയാണ് വരിക അല്ലെ. ഇവിടെ നോക്കിക്കേ 7 raised to 245 ആണ് വരുന്നത്. 245 4 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 45 4 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം 44 വരെ ഡിവിസിബിൾ ആണ്, 1 റിമൈൻഡർ കിട്ടും. അപ്പൊ 7 raised to 1 into 1 വരും അല്ലെ. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലാസ്റ്റ് ഡിജിറ്റ് ഇസ്, ഈ ഒരു ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ് വരുന്നത് ലാസ്റ്റ് ഡിജിറ്റ്? 3 ആണല്ലേ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. ആണ് വരുന്നത്. കറക്റ്റ് ആണ്. ബിക്കോസ് എന്താണ്, 1 + 2 വരും അല്ലെ. ഇറ്റ് ഇസ് ഈക്വൽ ടു 1 + 2 which is equal to 3 വരും. ഇതിന് എത്ര 1ന്റെ എത്ര പവർ ആണെങ്കിലും 1 തന്നെയാണ് വരും, which is equal to 3. ഓപ്ഷൻ എ is the correct answer. The last digit, ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയായിരുന്നെങ്കിലോ, ഇൻടു ആയിരുന്നെങ്കിലോ, ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര വരാം? The last digit of this 2. 2 ആണല്ലേ വരിക ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 1 into 2 വരാൻ നേരത്ത് ലാസ്റ്റ് ഡിജിറ്റ് is equal to 2 ആണ് വരുന്നത്. അപ്പം ആ ഇടയിലുള്ള ഓപ്പറേഷൻ ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ്, ഇവിടെ 1 into 2 which is equal to 2 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തോ. The digit in the unit place of ഇതിന്റെ unit പ്ലേസിലുള്ള ഡിജിറ്റ് എത്രയാണെന്ന് നോക്കാം. The digit in the unit place of the digit in the unit place of the digit in the unit place of എത്രയാണ് വരുന്നത്? The digit in the unit place of എത്രയാണ് ആൻസർ വരുന്നത്? 4 ആണോ ആൻസർ വരുന്നത്? നമുക്ക് നോക്കാം. 1 ആണ് ആദ്യം വന്നത് അല്ലെ. അപ്പൊ 1ന് ഏത് പവർ ആണെങ്കിലും 1 ആണ്. അടുത്തതും ഒരു 1 വന്നു അല്ലെ. അപ്പൊ ഇടയിലുള്ള സൈൻ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. 1 + 1 കൊടുത്തു. ഇനി -6 ആണ്, 6 അങ്ങനെ തന്നെ കൊടുത്തു. 5 ആണെങ്കിലും എന്താണ്, 0 1 5 6 സൈക്ലിസിറ്റി സെയിം തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അത് എങ്ങനെ തന്നെ കൊടുക്കാം. 6 കൊടുത്തു. ദെൻ എന്താണ്, ഒരു 9 വന്നിട്ടുണ്ട് അല്ലെ. 9 വന്നു അല്ലെ. 1 + 1 is 2 വന്നു. 2 + 5 എത്രയാ വരുന്നത്? 7 വന്നു. 7 + 9 എത്രയാ വരുന്നത്? 7 + 9 is 16 എന്ന് വന്നു. 16ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 7 + 9 is 16. 16ൽ നിന്ന് ഒരു 6ഉം 6 അല്ലെ, -12 കുറയ്ക്കണം. സോ ദാറ്റ് നമുക്ക് 4 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി is the correct answer. ഓപ്ഷൻ ബി is the correct answer. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. യൂണിറ്റ്, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയില്ലേ? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇതുവരെ നമ്മൾ പഠിപ്പിച്ചൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നാളത്തെ ക്ലാസ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ്സ് പ്ലേസ് ഓഫ് ദ പ്രോഡക്റ്റ് എങ്ങനെയാ വന്നത്? ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ്സ് പ്ലേസ് ഓഫ് ദ പ്രോഡക്റ്റ്, ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള എത്രയാ കിട്ടിയ നിങ്ങൾക്ക്? 4 5 1 ആണ് വരുന്നത്. 5 ആണെങ്കിൽ യെസ് നോക്കാം നമുക്ക്. ഇവിടെ 4 ആണ്. 4ന്റെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 ആണ്. 4 raised to പവർ എത്രയാ വന്നിരിക്കുന്നത്? 1 7 9 3. 4 raised to ഓഡ് പവർ ആവുമ്പോ 4 തന്നെയാണ് വരുന്നത് അല്ലെ.
4 raised to odd power ആണ് വന്നിരിക്കുന്നത്. This is 4 raised to odd power ആണ്. Therefore 4 ആണ് ആൻസർ വരിക. ഇനി ഇവിടെ 5 തന്നെയാണ്, അപ്പൊ 5 ആണ് 1 ആണ്. അപ്പൊ 5 4s are 20 വരും. Therefore 0 ആണ് എന്ത് വരിക, യൂണിറ്റ് ഡിജിറ്റൽ ആൻസർ അല്ലെ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The digit in the unit place of the product 81 into 82 into 83 into 89. എത്ര വരിക ഇത്? 0. Yes, 0. സി, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾ ആകെ നോക്കേണ്ടത് ഇപ്പം സി 81 into 82 into 83 into 84 into 85 into 86 into 87 into 88 into 89. ഇങ്ങനെയാണ് നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ സീരീസ് ഓഫ് നമ്പേഴ്സ് മോസ്റ്റ്ലി ചോദിക്കുമ്പോൾ ഇടയില് ഒരു 2ഉം 4ഉം ഉണ്ടോ, 2ഉം 5ഉം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ലാസ്റ്റ് ഡിജിറ്റ്സ് ആയിട്ട് ഒരു 2ഉം 5ഉം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് എന്താണ്, ഒരു 10 മേക്ക് ചെയ്യും. അതായത് അവരുടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആവും അല്ലെ. 2 into 5 ഇടയിൽ വരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആവും. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ണു അടച്ച് 0 നോക്കാം. ഇങ്ങനത്തെ ഇതൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം 81 വരും, വേറെ ഇതുപോലെയൊക്കെ ചോദിക്കും. അതായത് ഇപ്പം 982 into അങ്ങനത്തെ രീതിയിലൊക്കെ അങ്ങ് ചോദിച്ചു പോകും. അപ്പൊ ഇങ്ങനെ വരുമ്പം ഇടയിൽ ലാസ്റ്റ് ആ നമ്പേഴ്സിന്റെ ഇടയിൽ ഒരു 2ഉം 5ഉം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ കണ്ണും കൂട്ടിയിട്ട് എന്ത് നമുക്ക് എഴുതാം, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് എഴുതാം. എപ്പോ ഇവരുടെ ഇടയില് എപ്പോഴും 2ഉം 5ഉം ഉണ്ടെങ്കിൽ 0 എന്നല്ല, ഇവരുടെ ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 0 ആണെന്ന് പറ്റും. അഡീഷൻ ആണെങ്കിൽ പറ്റത്തില്ല. 81 + 82 + 83 എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് ഇവിടെ വർക്ക് ആവത്തില്ല. RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934ഓളം വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025 കൂടി നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് PSC RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.